ഹലോ, അപ്പോൾ ഇങ്ങനെ തുടങ്ങല്ലേ. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ബേബീസിൻ്റെ ഒരു ക്രോച്ചറ്റ് ബേബി ചപ്പലാട്ടോ. ഇത് 0 to 3 months ബേബികൾക്ക് വേണ്ടിയിട്ടുള്ള ചപ്പലാണ് ഇപ്പം ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. കുറേ ദിവസമായിരിക്കും തോന്നുന്നതൊരു 2-3 ദിവസമായി നമ്മൾ ക്രോച്ചറ്റിൻ്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ട്. കാരണം എനിക്ക് മടിയായിരുന്നു ഇതുണ്ടാക്കാമായിരുന്നു. ഭയങ്കര ക്ഷമ വേണം. എനിക്കെന്താണോ 2-3 ദിവസമായിട്ട് ക്ഷമ എന്ന് പറഞ്ഞ സാധനമേ ഇല്ല. എന്തായാലും ഇന്ന് കുറച്ച് ക്ഷമയൊക്കെ സംഭരിച്ച് ഞാൻ ചപ്പലുണ്ടാക്കാൻ കുത്തിയിരിക്കുകയാണ്. ഈ ഗ്രീനും ഒരു വയലറ്റ് കളറായിട്ട് ഞാൻ ചൂസ് ചെയ്തേക്കുന്നത്. ക്യാമറയിൽ ചെറിയൊരു ഷെയ്ഡ് വ്യത്യാസം കാണുന്നുണ്ട്. അങ്ങനെ നമുക്ക് ഉണ്ടാക്കാമെന്നുള്ള സാമഗ്രികളൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. ചപ്പലിൻ്റെ ഒരു പെയർ മാത്രമേ ഞാൻ ഉണ്ടാക്കുന്നുള്ളൂ. കാരണം അത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടി മാത്രമാണ് ആ പാറ്റേൺ ഒന്ന് കാണിച്ചു തരുന്നത്. നമ്മുടെ ഇൻസ്റ്റാ പേജിൽ ബേബീസ് ചപ്പൽസിൻ്റെ കുറേ പാറ്റേൺസ് അവൈലബിൾ ആയിട്ടുണ്ട്. അതിൽ ഒരു പാറ്റേൺ മാത്രമാണ് ഞാനിപ്പോൾ കാണിച്ചു തരുന്നുണ്ട്. പണ്ടത്തെ പോലെ തന്നെ ഡയറിയിൽ എഴുതി വെച്ച് നമ്മുടെ കലാപരിപാടികൾ തുടങ്ങുന്നതാണ്. നിങ്ങളിത് വെറുതെ കണ്ടുകൊണ്ടിരിക്കാതെ ഓർഡർ ചെയ്യൂ. എന്നാലല്ലേ നമ്മുടെ ബിസിനസ് പച്ച പിടിച്ച് മുന്നേറുകയുള്ളൂ. അതിനനുസരിച്ച് നമുക്ക് ഓർഡർ കിട്ടാനനുസരിച്ച് മാത്രമേ നമുക്ക് കൂടുതൽ ന്യൂ പാറ്റേൺസ് നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കുള്ളൂ. ഓണത്തിന് സ്പെഷ്യലായിട്ട് നമുക്ക് ക്രോഷറ്റിൻ്റെ ഉള്ള ജാസ്മിൻ ഫ്ലവർ നമ്മൾ പേജിൽ അവൈലബിൾ ആക്കിയിട്ടുണ്ട് കേട്ടോ. ആവശ്യമുള്ളവർ ഇൻസ്റ്റാ പേജിൽ പോയിട്ട്, ഇല്ലെങ്കിൽ ഇതിലൊന്ന് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ചപ്പലിൻ്റെ ബേസാണ് ക്രിയേറ്റ് ചെയ്തെടുക്കുന്നത് കേട്ടോ. ആദ്യത്തെ 2-3 റൗണ്ട് തെറ്റിപ്പോയി. കാരണം ഞാൻ ട്രയൽ നോക്കണ കാരണം സാധാ ക്രോച്ചറ്റ് നമ്മുടെ ഷോപ്പുകളിൽ സാധാ കിട്ടുന്ന നൂല് വെച്ചിട്ടാണ് ഉണ്ടാക്കണത്. അതുകൊണ്ട് നൂല് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വലിഞ്ഞു പോയിട്ട് എനിക്ക് നല്ലൊരു പണി തന്നു. എന്തായാലും നമ്മൾ തരാമൻകുട്ടി എന്ന് പറഞ്ഞ പോലെ ഞാൻ വീണ്ടും പിടിച്ച് കിട്ടി. ഇങ്ങനത്തെ 2 ബേസ് ഉണ്ടാക്കണം നമ്മൾ. പക്ഷെ ഞാൻ ഒരു ബേസ് ഉണ്ടാക്കിയിട്ടുള്ളൂ. നമ്മളത് ഓർഡർ ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മളത് ഒരു ഉറപ്പിന് വേണ്ടിയിട്ട് 2 ബേസ് അറ്റാച്ച് ചെയ്തിട്ട് വേണം നമ്മൾ ചെയ്യുക. ഇത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാനായതുകൊണ്ട് ഞാൻ അതുകൊണ്ട് ഒരു പാറ്റേണിൽ അതായത് ഒരു ബേസ് തന്നെ ഞാൻ ക്രിയേറ്റ് ചെയ്യണുള്ളൂ കേട്ടോ. ഇതുപോലെ തന്നെ 2 ഉണ്ടാക്കിയിട്ട് നമ്മളത് ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്ത്. കാരണം ഉണ്ണികളുടെ കാലുമിടുമ്പോൾ ഒരു ഉറപ്പിന് വേണ്ടിയിട്ട്. അങ്ങനെ നമ്മളിത് ഇതിലേക്ക് ഇനി ഞാൻ ഗ്രീൻ യാണ് സൈഡിൽ നിന്ന് ഇങ്ങനെ കവർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. കാരണം ഉണ്ണികളുടെ ബാക്ക് പോർഷനായിട്ട്. പിന്നെ ഇതിൽ ഞാനൊന്ന് ഉറപ്പിക്കാനായിട്ട് നമ്മൾ ക്രോഷറ്റിൻ്റെ നൂല് വെച്ചിട്ട് തന്നെയാണ്, അതായത് കുഞ്ഞുണ്ണുള്ള കാല് ബാക്കിൽ ചെറുതായിട്ടൊന്ന് കെട്ടുന്ന ടൈപ്പിൽ. ഇത് നമുക്ക് കുടുക്ക് രൂപത്തിലും വരുന്നുണ്ട്. അതായത് കുടുക്ക് വെച്ച് അറ്റാച്ച് ചെയ്യണത് വരുന്നുണ്ട്. നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളതുപോലെയൊക്കെ കസ്റ്റമൈസേഷൻ ഇതിൽ അവൈലബിൾ ആണ്. അതായത് ഉണ്ണികൾക്ക് മാച്ചായിട്ടുള്ള ഷൂവ്, ചപ്പലുകൾ, അതേപോലെ തന്നെ ഹെയർ ബാൻഡുകൾ, ക്ലിപ്പുകൾ എല്ലാം നിങ്ങൾ കസ്റ്റമൈസേഷൻ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അവൈലബിൾ ആക്കി തരും നമ്മുടെ പേജിൽ. നമുക്കൊന്ന് DM ചെയ്താൽ മതി. പിന്നൊരു കാര്യം എന്ന് വെച്ചാൽ ഓൺ ദ സ്പോട്ട് 2 ദിവസം മുന്നേ പറയാണ്ട്, മാക്സിമം പോയാൽ കുറച്ച് 1 മാസം 2 മാസം മുന്നേ പറയുകയാണെങ്കിൽ നമുക്ക് എളുപ്പമാണ്. കാരണം നമ്മുടെ കയ്യിൽ വൂൾ അവൈലബിൾ ആണെങ്കിൽ നമ്മൾ 2 ദിവസം കൊണ്ട് നമ്മൾ സാധനം നിങ്ങൾക്ക് ഡിസ്പാച്ച് ചെയ്യും. പക്ഷെ നമ്മുടെ കയ്യിൽ വൂൾ അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ നമുക്കത് ഓർഡർ ചെയ്തിട്ട് വരണമെങ്കിൽ ഒരു 2 ആഴ്ചത്തെ ടൈം എന്തായാലും എടുക്കും. എന്തെങ്കിലും ഒരു ട്രാൻസ്പോർട്ട് ഇഷ്യൂ കാണാതെ ഒന്ന് വൈകുകയാണെങ്കിൽ, അതുകൊണ്ടാണ് ഈ 1 month മുന്നേ ആയിട്ടൊന്ന് ഓർഡർ ചെയ്യാൻ പറയണത്. എമർജൻസി ആയിട്ട് ഓർഡർ ചെയ്യുന്നവരാണെങ്കിൽ നമ്മുടെ കയ്യിലുള്ള വൂളുകളാണെങ്കിൽ നമ്മൾ ഓർഡർ അക്സെപ്റ്റ് ചെയ്യും. ഇല്ലെങ്കിൽ സോറി, നമ്മളെ കൊണ്ട് പറ്റത്തില്ല. കാരണം വൂളില്ലാണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. ഇങ്ങനെയാണ് നമ്മൾ ആ ചപ്പലിന് കെട്ടാൻ വേണ്ടിയിട്ടുള്ള ചെയിൻ ആ യാണോണ്ട് തന്നെ ഉണ്ടാക്കിയിരിക്കണത് കേട്ടോ. ഇങ്ങനെയുണ്ട് നമ്മുടെ കുട്ടി ചപ്പൽ. അപ്പോൾ എൻ്റെ കുട്ടി ചപ്പൽ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പ്ലീസ് DM ടു ഓർഡർ. ടാ.